പതിവിന് വിപരീതമായി ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കൊല്ലം. UDFിൻ്റെ NK പ്രേമചന്ദ്രനും NDAയുടെ കൃഷ്ണകുമാറും ഒപ്പം LDFിൻ്റെ മുകേഷും മുഖാമുഖം മത്സരിക്കുന്ന മണ്ഡലം. പലതവണ പല മുന്നണികൾ RSPയും UDFും LDFും ഒരേപോലെ തന്നെ പിന്തുണച്ചിട്ടുള്ള മണ്ഡലം ഇത്തവണ ആര് പിന്തുണയ്ക്കും എന്ന് കണ്ടറിയാം. കൊല്ലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രമൊന്ന് പരിശോധിക്കാം. സമ്പന്നമായ സാമൂഹിക സാംസ്കാരിക ചരിത്രം പറയാനുള്ള മണ്ണാണ് കൊല്ലം. തെരഞ്ഞെടുപ്പ് ഗോതയിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾ എന്നും നടന്നിട്ടുള്ള മണ്ണ്. മൂന്നാം അംഗത്തിലിറങ്ങുന്ന NK പ്രേമചന്ദ്രനും മുകേഷും കൃഷ്ണകുമാറും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ കൊല്ലം ഒരു ത്രികോണ മത്സരത്തിന്റെ രാഷ്ട്രീയ പോരിലേക്കാണ് കിടക്കുന്നത്. ലെ മണ്ഡല പുനഃക്രമീകരണത്തിലൂടെ കുന്നത്തൂരും കരുനാഗപ്പള്ളിയും വിട്ടുപോയെങ്കിലും മണ്ഡല രൂപീകരണത്തിന് ശേഷം 1957 മുതലുള്ള പൊതു തെരഞ്ഞെടുപ്പുകളിൽ LDFിനോടും UDFിനോടും RSPയോടും ഒരുപോലെ ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ് കൊല്ലം. 62 മുതൽ 77 വരെ RSPയുടെ N ശ്രീകണ്ഠൻ നായർ തുടർച്ചയായി 4 തവണ വിജയിച്ച മണ്ഡലം. 96ലും 98ലും യുവനേതാവായിരുന്ന NK പ്രേമചന്ദ്രനിലൂടെ RSP ജയിച്ചു കയറിയ മണ്ഡലം. പക്ഷേ 99ൽ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ആരംഭിച്ചു. ബേബി ജോൺ RSP പുലർത്തി LDFിൽ നിന്നും UDFിലേക്ക് ചേക്കേറി. NK പ്രേമചന്ദ്രനെ പോലെയുള്ള ചിലർ LDFിൽ ഉറച്ചു നിന്നെങ്കിലും സംഘടനാശക്തി പോരെന്നും പറഞ്ഞ 99ൽ CPM സീറ്റ് തിരിച്ചു പിടിച്ചു. പിന്നീട് അത് വിട്ടു നൽകാനും തയ്യാറായില്ല. RSPയുടെ സംസ്ഥാനത്തെ ഏക ശക്തി കേന്ദ്രമായ കൊല്ലം പാർട്ടിക്ക് വൈകാരിക പ്രാധാന്യമുള്ള മണ്ഡലം കൂടിയാണ്. 2014ലും സീറ്റ് നൽകാതെ വന്നതോടെ പ്രേമചന്ദ്രനും ബാക്കിയുള്ള RSPക്കാരും LDF വിട്ട് UDFിലേക്ക് എത്തി. അവിടെ മുതൽ കൊല്ലത്ത് CPMന്റെ കണക്കുകൾ തെറ്റി തുടങ്ങി. പ്രേമചന്ദ്രൻ കൊല്ലത്തിന്റെ MP ആയി. 2014ൽ MA ബേബിയെ 37,000-ലധികം വോട്ടുകൾക്കും 2019ൽ CPMന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന KN ബാലഗോപാലിനെ 1.5 ലക്ഷത്തോളം വോട്ടുകൾക്കുമാണ് പ്രേമചന്ദ്രൻ പരാജയപ്പെടുത്തിയത്. പ്രേമചന്ദ്രനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചില മോശം പദപ്രയോഗങ്ങൾ 2014ലും BJP ബന്ധം ആരംഭിച്ചിട്ടുള്ള പ്രചാരണങ്ങൾ 2019ലും NK പ്രേമചന്ദ്രന് ഗുണകരമായി. അതുകൊണ്ടാണ് 7-6 ഇടത് MLAമാരുള്ള മണ്ഡലത്തിൽ ജനകീയ പരിവേഷത്തോടെ പ്രേമചന്ദ്രന് മുന്നേറാൻ സാധിച്ചത്. മൂന്നാം അംഗത്തിനിറങ്ങുമ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല പ്രേമചന്ദ്രന്. ഇനി മണ്ഡലത്തിന്റെ വോട്ട് കണക്കുകളിലേക്ക് കടക്കാം. അവിടെയാണ് BJPയുടെയും NDAയുടെയും സാധ്യതകൾ കൊല്ലത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നത് വ്യക്തമാകുന്നത്. 2014ൽ NK പ്രേമചന്ദ്രൻ മണ്ഡലത്തിൽ വിജയം നേടുമ്പോൾ എതിരെ മത്സരിച്ച NDA സ്ഥാനാർത്ഥി PM വേലായുധൻ നേടിയത് 58,000-ലധികം വോട്ടുകൾ, അതായത് 6.67%. 2019ൽ അഡ്വക്കേറ്റ് KV സാബു മത്സരത്തിനെത്തിയതോടെ വോട്ട് ശതമാനം 10ലേക്ക് ഉയർന്നു. ആകെ ലഭിച്ച വോട്ടുകളുടെ എണ്ണം 1 ലക്ഷവും കടന്നു. വൈകി പ്രഖ്യാപിച്ചതെങ്കിലും 2024ൽ സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാർ മണ്ഡലത്തിലേക്ക് എത്തിയതോടെ NDAയും വലിയ വിജയപ്രതീക്ഷയിലേക്ക് മാറിയിട്ടുണ്ട്. പടിപടിയായി വോട്ട് വർദ്ധിപ്പിച്ച ചരിത്രം. ആദ്യഘട്ടത്തിൽ തന്നെ ജനപ്രീതി പിടിച്ചു പറ്റിയ സ്ഥാനാർത്ഥി. മണ്ഡലത്തിന്റെ ചരിത്രത്തിലാദ്യമായി ത്രികോണപ്പോരിന് കളമൊരുക്കാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് BJP. കൊല്ലം കോർപ്പറേഷൻ ഡിവിഷനുകളിലെല്ലാം BJPക്ക് വലിയ സ്വാധീനമുണ്ട്. ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ 2 തവണയായി 2ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു. എല്ലാ മണ്ഡലങ്ങളിലും ഗണ്യമായ വോട്ട് ബാങ്കുമുണ്ട്. മോദിയുടെ വികസന ഗ്യാരണ്ടിയും കൂടി ചേരുമ്പോൾ വലിയ കുതിച്ചുചാട്ടമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും ഒക്കെയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വിധി നിർണ്ണയിക്കുന്നത്. സാമുദായിക വോട്ടുകളും ഏറെ നിർണായകമാണ്. എങ്കിലും പരമ്പരാഗത തൊഴിലാളി മേഖലയുടെ പുനരുജ്ജീവനത്തിലുള്ള കാഴ്ചപ്പാടുകളും വികസന നേട്ടങ്ങളും പരാജയങ്ങളും തുടർ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടേണ്ടതുണ്ട്. കൊല്ലത്ത് നിന്ന് ഹരിക്കും മനോജിനുമൊപ്പം പ്രജിത് മോഹനൻ, ജനം.